ഇന്ന് നമുക്ക് പാവയ്ക്കും മാങ്ങയും വെച്ച് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതിന് വേണ്ടി ഞാനൊരു പാവയ്ക്ക ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു മാങ്ങ ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. പുളിക്കനുസരിച്ച് മാങ്ങ ചേർക്കാവുന്നതാണ്. ഇനി പാവയ്ക്ക വേവാനുള്ള വെള്ളം ചേർത്ത് നമുക്കതൊന്ന് ചെറുതായി വെന്ത് വരുമ്പോൾ ഒരു സവോള ഉപ്പും മഞ്ഞൾപ്പൊടി ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു 1/4 കപ്പ് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്ക് വെന്ത പാവയ്ക്കയിലേക്ക് മാങ്ങ കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, കടുക്, വെളുത്തുള്ളി, കുഞ്ഞുള്ളി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചൊഴിച്ചാൽ നമ്മുടെ പാവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്